ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചി ഗൃഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നല്ല ഈസി സോഫ്റ്റ് പാലപ്പം എങ്ങനെ റെഡിയാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ ഒരുപാട് വ്യൂവേഴ്സ് എന്നോട് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പിയാണിത്. നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈസി പാലപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ 1 കപ്പ് ഇഡ്ലി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇതിനകത്തോട്ട് നമുക്ക് ഇത് മൂടുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കണം. അരി നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1 കപ്പ് തേങ്ങയാണിത്, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് ചോറ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുമിച്ച് അരച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ 2 ബാച്ചായിട്ട് അരച്ചെടുത്താലും മതി. 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണിത്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, 1.25 കപ്പ് വെള്ളം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തോണ്ട് വരാം. ആ മാവ് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരു ടിപ്പുണ്ട്, നമ്മൾ തണുത്ത വെള്ളം ചേർക്കുകയാണെങ്കിൽ മിക്സി ചൂടാവും നമുക്ക് ഒഴിവാക്കാനായി സാധിക്കും. ഞാനിപ്പോൾ തണുത്ത വെള്ളം ഉപയോഗിച്ചാണ് ഇത് അരച്ചെടുത്തത്. നമുക്കിതൊരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഏറ്റവും നല്ലത് ഓവർനൈറ്റ് വെക്കുന്നതാണ്, രാവിലെ ചുട്ടെടുക്കുന്ന രീതിയിൽ. ഇപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. മാവ് നല്ല ഫെർമെൻറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അപ്പം ഓരോന്നോരോന്നായി നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം. ഞാൻ അതിന് ഇതുപോലത്തെ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി അല്ല. നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടി ഉള്ളവർക്ക് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്യാണ്. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അപ്പം ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. ഒരു തവിയും ഒരു ലേശം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ബബിൾസൊക്കെ വരുന്നത് കണ്ടോ? അതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം അടച്ചു വെക്കാം. നല്ലപോലെ ഫെർമെൻ്റ് ആയ ലക്ഷണമാണ് ഈ ബബിൾസ് ഇങ്ങനെ വരുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതെടുക്കാം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. അപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 15 അപ്പം കിട്ടി. 1 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ 1 കപ്പ് ചോറ് എന്ന അളവിൽ 15 അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഈസി പാലപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് പാലപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കി എന്നെ നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ശരി കേട്ടോ, ബൈ.